എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എനിക്ക് പനി വന്നു. അപ്പോൾ പനി വന്നതിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ സാധാരണ എനിക്ക് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്താൽ പനി വരാറുണ്ട്. അപ്പോൾ പനിയുടെ തുടക്കത്തിലേ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി. ആദ്യം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത്. പക്ഷെ നല്ല തിരക്കാണ്. നമുക്ക് ഒരു 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഗുളികയൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇത് നമ്മുടെ കാക്കയാണ്. കാക്കയ്ക്ക് ചോറ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കുചേട്ടൻ ഒരു മാങ്ങയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മാങ്ങ ഇങ്ങനെ ഡിസൈനൊക്കെ ആയിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കുറേ സംഭവങ്ങൾ എഴുതാനും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പനി വരുന്നത് നമ്മൾ വിചാരിച്ചില്ലല്ലോ. ഒരു 30-ാം തീയതിക്കുള്ളിൽ കുറേ ബിഎഡിൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആകെ കൂടി വയ്യ. അതിൻ്റെ ഇടയിൽ ഇതും കൂടി സബ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഉപ്പുവെള്ളം പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ തൊണ്ടവേദന നന്നായി ഉണ്ട്. അപ്പോൾ ഉപ്പുവെള്ളം പിടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്ര അധികം ഇഷ്ടമല്ല ഉപ്പുവെള്ളം പിടിക്കാനും. അതുപോലെ തന്നെ ഈ ചുക്കൊക്കെ ഇട്ട് വെച്ച കാപ്പിയൊക്കെ ഉണ്ടല്ലോ, കുരുമുളകൊക്കെ ഇട്ട് വെച്ചത്, അതൊന്നും കഴിക്കാനൊന്നും എനിക്ക് അധികം ഇഷ്ടമല്ല. എന്നാലും ഉപ്പുവെള്ളം എനിക്ക് നല്ല തൊണ്ടവേദന എടുക്കണ കാരണം ഞാനിങ്ങനെ പിടിക്കണതാട്ടോ. ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഗാർഗിൾ ചെയ്യും. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തൊണ്ടവേദന വന്ന അപ്പം തന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടുട്ടാ. പിന്നെ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അങ്ങനെ മാറ്റി വെച്ചില്ല. നാളെ കാണാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചില്ല. ഒന്നാമത്തെ കാരണം ഈ ബിഎഡിൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് പനി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ അതൊക്കെ ആകെ അവതാളത്തിലാവും. അതുകൊണ്ട് തന്നെ വേഗം പോയി ഡോക്ടറെയൊക്കെ കണ്ടുട്ടാ. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയിണ്ടായിരുന്നത്. രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു രാവിലത്തെ ഗുളിക തൊട്ട് കഴിച്ചു തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 11:30 തൊട്ടിൽ തന്നെ ഞാൻ രാവിലത്തെ ഗുളിക കഴിച്ചു. പിന്നെ അങ്ങനെ ഉച്ചക്കത്തെയും രാത്രിത്തൊക്കെ മരുന്നൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ടവേദനയൊക്കെ കൂടി. അങ്ങനെ 2 ദിവസം ഗുളിക കഴിക്കാം, ഭക്ഷണം കഴിക്കുക, ഗുളിക കഴിക്കുക, റെസ്റ്റ് എടുക്കുക, കെടുക്കുക, അങ്ങനെ തന്നെ ആയിരുന്നു, കെടുപ്പ് തന്നെയായിരുന്നു. അങ്ങനെ അപ്പോൾ അടുത്ത ദിവസമായിട്ട് അടുത്ത ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഞാനിങ്ങനെ ഉപ്പുവെള്ളം പിടിക്കാനിട്ട്. അപ്പോൾ മഴയത്തൊരു നായ്ക്കുട്ടി അങ്ങനെ മഴ നനഞ്ഞോടണം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഓണേനൊക്കെ ഓർമ്മ വന്നു കേട്ടാ. അങ്ങനെ അപ്പോൾ ഇന്ന് മഴയൊക്കെ കാരണം 2 ദിവസം അടുപ്പിച്ചിട്ട് കളക്ടർ മുടക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി മുടക്കം തന്നെയാണ്. ഈ സബ്മിഷനൊക്കെ ഉള്ള കാരണം ഇത് ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല സെം എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുടക്കമായിട്ട് ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ മഴയുള്ള കാരണം ആകെ ഒരു കാലാവസ്ഥയൊക്കെ ഭയങ്കര തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ 2ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ ഒരുവിധമൊക്കെ കുറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചേ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന്. ക്രീം ബണ്ണാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ ചിക്കുചേട്ടൻ കടയിലേക്ക് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബണ്ണും ബട്ടറും വാങ്ങി കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ അത് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പനിയൊക്കെ പിടിച്ച് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് നമ്മൾ സ്വയം ഇത് മാറി സെറ്റായി വരണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും ക്രീം ബണ്ണൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ സംഭവങ്ങൾ ആവശ്യമായിട്ടുള്ളത് ആദ്യം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഷുഗർ എടുക്കുക. അത് ആദ്യം നന്നായി പൊടിച്ചെടുക്കുക. പിന്നെ ബട്ടറും അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്തത്. ബട്ടറും പാല് അതുപോലെ തന്നെ പാൽപ്പൊടി ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പം അതിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി അടുത്തത് ബണ്ണ് 2 പീസാക്കാം, കട്ട് ചെയ്തിട്ട് 2 പാർട്സ് ആക്കാം. എന്നിട്ട് അതിൽ ബട്ടർ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ച ആ ക്രീം ഉണ്ടല്ലോ അത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം ബൺ ശരിയായിട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ കടയിൽ നിന്ന് ഒരു പ്രാവശ്യം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. അപ്പം ഞാൻ ശ്രീതും ലച്ചുവൊക്കെ ഉള്ളപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അവർ വന്നില്ല, അവർക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടോ. ആകെ 4 ഉണ്ടാക്കിയത്. അങ്ങനെ അച്ഛൻ കഴിച്ചില്ല. അച്ഛന് ഷുഗറുള്ള കാരണം അച്ഛൻ കഴിച്ചില്ല. പിന്നെ അമ്മയും ഞാനും ചേട്ടനും പിന്നെ ഒരെണ്ണം എക്സ്ട്രാ ഉള്ളത് ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചത്.
പിന്നെ ഇത് അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കണത് ശ്രീതുല വെച്ചുള്ളപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കണത്. അങ്ങനെ പിന്നെ എന്താ, ഇത്രയ്ക്കാണ് കേട്ടോ വിശേഷങ്ങൾ. പിന്നെ പഠിക്കണ കാര്യങ്ങളൊക്കെ 2 ദിവസമൊക്കെ ആയിട്ട് ആകെ കൊളായി, പ്ലാനൊക്കെ തെറ്റി പനിയായ കാരണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. പനിയും ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുക, പനിയുടെ ആകെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ അടുത്ത ദിവസം തൊട്ടിട്ട് വേഗം തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ, പഠിക്കാനില്ല വർക്ക് ചെയ്യാനായിട്ട് കുറേ ഇങ്ങനെ പ്രൊജക്റ്റും ടാസ്കും അസൈൻമെൻറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അടുത്ത ദിവസം ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.